മൂർത്തി ഒരു മെസ്സേജ് അയച്ചിരുന്നു മാഡം. എനിക്കും അയച്ചിട്ടുണ്ട്. എന്ത് മെസ്സേജ്? ഓ ഞാനാ തന്നാ പോയേക്കാം. ഇവിടെ വെച്ച് തന്നാ ശരിയാവില്ല, അകത്തോട്ട് വാ. അതെ, ഇവിടുന്ന് വാങ്ങിയാൽ ശരിയാവില്ല, നമുക്ക് അകത്തേക്ക് വാ. വാ വാ വാ. മാഡം ഉടുക്ക്. ലുങ്കിയുടെ ആവശ്യം എന്തും അദ്ദേഹം എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഉടുക്ക്. പണം ചോദിച്ചു വരുമ്പോ ലുങ്കി എടുത്തു തരുന്നു. ഇതുടുത്താലെങ്കിലും കാശ് തന്നാ മതിയായിരുന്നു. സർ, സർ ആന്റിയാണ് എനിക്ക് ലുങ്കി എടുത്ത് തന്നത്, ഞാനൊന്നും ചെയ്തിട്ടില്ല. സർ സാർ പ്ലീസ് സർ, എന്നോട് ക്ഷമിക്കണം സർ. സർ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സർ. സാറിനൊന്നും വിളിക്കണ്ടോ? നീ സുന്ദരനാടാ, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കടാ, കെട്ടിപ്പിടിക്ക്. സാറ് പറയുന്നത് എനിക്ക് അതൊന്നും ശീലമില്ല സർ. മൂർത്തി, നിന്നെ ഞാൻ കൊല്ലൂടാ. എനിക്ക് നിന്നെ വേണം. വാ വാ സർ, വേഗം വാടാ. ഞാൻ ആളല്ല സാർ. എനിക്ക് നിന്നെ വേണോടാ. നിക്കടാ അവിടെ. എന്നിട്ട് ഓടിക്കലടാ. എന്താ നിക്കടാ അവിടെ. എന്നെ കെട്ടി പിടിക്കടാ, പിടിക്കടാ അവനെ. സാർ അയാളും സാറിനെ പോലെ വായ തുറന്നു നിന്ന്. നീ പറഞ്ഞ സത്യമാണോ സാർ? ആദ്യം എൻട്രി ഒന്നതാ. വലിയൊരു പ്രശ്നത്തിൽ നിന്നാണല്ലോ നീ രക്ഷപ്പെട്ടത്. ആ മതി മതി, അഡ്മിഷനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ബെസ്റ്റ് ഓഫ് ലക്കടാ, നന്നായിട്ട് പഠിക്കട്ടാ. എല്ലാം തീരുമാനമായി സാർ. ബെസ്റ്റ് ഓഫ് ലക്ക് ആർക്ക് വേണം സാർ? സാറിന്റെ കോളേജിൽ നല്ല പണക്കാരി പെൺകുട്ടികളാണെങ്കിൽ പറഞ്ഞാൽ മതി. ലൈഫിൽ പെട്ടെന്നൊന്ന് സെറ്റിൽ ആവണം. എന്താ ആംഗിളാ ഇത്? ഈ ആംഗിളാണ് സാറിന്റെ കോളേജിൽ എന്നെ അഡ്മിഷൻ എടുക്കാൻ ആകർഷിച്ചത്. അതെയോ സാറേ? ഇന്നത്തെ കാലത്ത് ആമ്പിള്ളേർക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാറേ. 10 രൂപ കൊടുത്ത് ബസ്സിൽ പോലും കയറാൻ പറ്റാത്ത ഇവൻ ഓടിക്കാർ വാങ്ങണമെങ്കിൽ പൈസയുള്ള പിള്ളേര് പഠിക്കുന്ന ഈ കോളേജിൽ പഠിച്ചാലേ പറ്റുള്ളൂ സാറേ, അറിയോ? ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാ, കാശുള്ള വീട്ടിലെ പെങ്കുച്ചനെ പ്രേമിച്ച് ലൈഫ് ഒന്ന് സെറ്റിൽ ആക്കണം സാർ. സത്യ, ഇവനെ നിനക്ക് നേരത്തെ അറിയാമോ? അറിയോന്നോ സാറേ? ഇവൻ എന്റെ കട്ട ഫ്രണ്ട് അല്ലേ, ചെറുപ്പം തൊട്ടേ ഞങ്ങൾ കൂട്ടുകാരാ സാറേ. ചങ്കടന്ന് നിന്നെ ഇവിടെ കണ്ടിട്ടുണ്ട് സാറേ. കണ്ടിട്ടുണ്ടോന്നോ? എൻട്രൻസ് എക്സാമിന് ഒന്നും ഓർക്കുന്നില്ലേ? ഈ കാശ് കയ്യിൽ വെച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത്. നീ എന്തോടെ പറയുന്നേ? അല്ലളിയാ, നീ എന്താ വിചാരിച്ചു വെച്ചേക്കുന്നേ? ഒരു ദൈവം തന്നെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള ഈ കോളേജില് കൈക്കൂലി തരാവോന്ന്? സത്യം എന്താടാ? സാർ വന്നോ? നോക്ക് സാർ, ദൈവൻ കണ്ടു. പറയടാ. ക്വസ്റ്റ്യൻ പേപ്പർ വേണം സാറേ അവന്. അത് എക്സാം ഹാളിൽ ബെല്ലടിക്കുമ്പോഴല്ലേ കൊടുക്കണത്. ബെല്ലടിക്കുന്നതിന് മുൻപ് തന്നെ വേണം സാറേ അവന്. തെറ്റല്ലടാ അത്. അതവന്റെ മുന്നിൽ പറയാൻ പറ്റില്ല. എന്നാ പിന്നെ വെച്ച് പറഞ്ഞു. എന്താടാ പിന്നിൽ നിന്ന് പറയാൻ? സാറിന് സിംഗോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 3ാമത്തെ പേജിലുണ്ടാവുന്നു, 2ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 6ാമത്തെ പേജിലുണ്ടാവുന്നു. അങ്ങനെയാണ് ഈ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയത് സാർ. നാളെ മുതൽ കോളേജിൽ എന്റെ ജോലി തുടങ്ങാം. എന്ത് ജോലിയാടാ? പറ്റിയ ജോലി സെറ്റ് ആക്കണമല്ലോ. ഇതെന്താ മാട്രിമോണി വല്ലതും? എന്നാ പിന്നെ നമുക്ക് പിന്നെ കാണാവേ. ഞാനും ഓൾറെഡി വന്നതല്ലേ, തുടങ്ങാം. വാടാ. ഓക്കെ, വാ നമുക്ക് നോക്കാം, സെറ്റ് ആക്കാം. ഭാര്യയും ഭർത്താവും 23 മണിക്കൂർ വഴക്കുണ്ടാക്കിയാലും അടുത്ത 1 മണിക്കൂറിൽ കൂളാവും. ആ 1 മണിക്കൂർ മതി ഈ ലോകം കീഴടക്കിയ പോലെയാ. കട്ടിലിരിക്കുന്ന ഭാര്യയെയും പ്ലേറ്റിലിരിക്കുന്ന ബിരിയാണിയും ആരാടാ വെറുതെ വിടുക? ഞാൻ വരുന്നു. എന്താ തിരിഞ്ഞു കിടക്കുന്നത്? നിനക്ക് മാത്രമേ ദേഷ്യമുള്ളൂ, ഞങ്ങൾക്ക് ആരും ദേഷ്യമില്ലേ? ഞാനൊരു ആണാടി, ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കും.
എനിക്കറിയാടി ഈ പെണ്ണുങ്ങളെ കുറിച്ച്. പകൽ എന്റെ ഭർത്താവ് അങ്ങനെയുള്ളവനാ ഇങ്ങനെയുള്ളവനാന്ന്, രാത്രി ഭർത്താവില്ലെങ്കിൽ എങ്ങനെയാണെന്ന് പറയും. പല്ലടിച്ച് കൊഴിക്കും ഞാൻ. ആ എന്താ മുത്തശ്ശിയുടെ വെപ്പുവല്ലാണോ? പല്ലെന്ന് പറഞ്ഞ ഈ പല്ല്. ഈ പല്ലോ ഇത് വേണ്ടായിരുന്നു. എടാ നീയായിരുന്നോ എന്റെ പല്ലും പോയി? വാ പുറത്തേക്ക് ഇറങ്ങി വാ. വരിക വരുന്നടാ. എടാ സമാധാനമായിട്ട് ഉറങ്ങാൻ സമ്മതിക്കില്ലേ? കോളേജ് ചേർക്കണമെന്ന് പറഞ്ഞു ചേർത്തു. നിന്നെ കണ്ടാൽ എന്റെ ഭാര്യക്ക് ദേഷ്യവാടാ. പെണ്ണുങ്ങളെ കുറിച്ച് പറയാന്ന് പറഞ്ഞില്ലേ? എടാ ഈ സമയത്ത് പെണ്ണുങ്ങളെ കുറിച്ച് എന്താടാ? ഈ സമയത്ത് ഭാര്യ എന്തിനാടാ? അത് പിന്നെ സ്ട്രെസ് കുറച്ച് കൂടുതലല്ലേ? അതിനു വേണ്ടി തന്നെയാ. എന്താ പോൺസ് പൗഡറാ? അതെ. നാളേക്കുള്ളിൽ പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലേ വയറ് നിറച്ച് പോൺസ് പൗഡർ കുട്ടിയിടും ഞാൻ. ഏയ് സത്യ, ആ എടാ വിളിക്കുന്നു, നീ ഒന്ന് പോവോ? ചെല്ല്. എത്ര നേരായിടാ, ഒന്ന് വേഗം ആവട്ടെ. എടുക്ക് 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 എടുക്ക്, വേഗം ആവട്ടെ വേഗം ആവട്ടെ, വേഗം എടുക്ക് എടുക്ക്. ഡാ വെയിറ്റ് ചെയ്. ഇത് ഇന്ദ്രജ, സ്വത്ത് 150 കോടി, കടമാണെങ്കിൽ 250 കോടി. ഇത് ശൈലജ, സ്വത്ത് 650 കോടിയാ, പക്ഷെ അതിന് അവകാശികൾ 600-ൽ കൂടുതലാ. ആ ഈ പെണ്ണ് ചന്ദ്രവതി, രാജകുടുംബോ, ആസ്തി കടം മാത്രം. ഇനി ബാക്കിയുള്ളത് നീ തന്നെ നോക്കിക്കോ. പെൺകുച്ചേതാടാ? അത് ഞാൻ പറയില്ല. എന്താ? അവൾ എനിക്കാ, ഞാൻ കറക്റ്റ് നീ കറക്റ്റ് ചെയ്താലും കവർ ചെയ്താലും ഞാൻ ഫിക്സ് ചെയ്തു. എടാ എന്റെ ജോഡി ആ പെൺകുച്ച് തന്നെയാ. വെറുതെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കരുത്. അവളുടെ പേരെന്താന്ന് പറയും? പ്രീതി. പ്രീതി ഭാനു. നോക്കടാ, കൊള്ളാല്ലേ? പ്രണയം കല്യാണം, ആഹാ അതും കൊള്ളാല്ലേ? ഞാൻ ഫിക്സ് ചെയ്തു. സ്വത്തൊരു 100 കോടി കാണോ? അത്രയൊക്കെ തന്നെ ഉണ്ടാവും. അല്ല നിനക്കെങ്ങനെ അറിയാം? അവളൊരു പ്രത്യേക ടൈപ്പാടാ. അവൾ എന്ത് ടൈപ്പായാലും പ്രശ്നമില്ല. എന്റെ ഹൃദയത്തില് അവളുടെ പേര് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചതാ. എടാ അത് ഇതൊന്നും വേണ്ട, അനിയത്തിന്ന് വിളിച്ചാ മതി. ആ അനിയത്തി തന്നെ. മുമ്പത്തെ കോളേജിൽ 3 ദിവസം. ബാക്കി പറ. അറിയില്ല. വാ അറിഞ്ഞിട്ട് വരാം. അനിയത്തി സ്പോട്ട് മാറ്റിയാലും ബ്രാൻഡ് മാറ്റില്ലളിയ. ഇവിടെ ഉണ്ടല്ലോ. സമാധാനപ്പെട്. ഇവളെ കണ്ട പൈസയുള്ള വീട്ടിലെ കൊച്ചാന്നൊന്നും പറയില്ല. ചിലപ്പോ ഡ്രൈവറിന്റെ മോളായിരിക്കും അല്ലേ? അവള് പോകുന്നു, നടക്ക്. എടാ വാടാ. നന്നായി വരും മോളെ. എന്റെ ദൈവമേ, ഇതൊന്നും കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. എന്താണ് എന്റെ ഭാവി ഭാര്യ അളവില്ലാതെ ദാനം ചെയ്യുന്നത്? അതിനിപ്പോ എന്താല്ലേ? വാ. അതെ സാറേ, ഇത് കുറച്ച് ഓവറല്ലേ? തനിക്ക് ഇതൊക്കെ മതി. ആ മേഡം പോ മേഡം, കയറിക്കോ. എടവന്റെ മുഖം കണ്ടിട്ട് എന്തോ കള്ള ലക്ഷണമുണ്ട്. ഇങ്ങനെ പോയി ശരിയാവില്ല. അവന് വിടരുത്, ചെന്ന് പിടിക്ക്. സാറേ ഈ കാറല്ലേ സാറേ? ഈ കാർ അതിന്റെ പുറകെ പോ, രക്ഷപ്പെടാൻ പാടില്ല. ഹലോ കൺട്രോൾ റൂം, ഓൺ ഡ്യൂട്ടി പോലീസ്. മോസ്റ്റ് വാണ്ടഡ് ആയ 3 പേരെ കിട്ടിയിട്ടുണ്ട്. ഓവർ. ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു സാറേ. എന്തിനാണ് പെങ്കൊച്ചിനെ ഫോളോ ചെയ്തേ? എന്താ സാറേ, വെറുതെ ഫോളോ ചെയ്യാൻ മാത്രമൊന്നും അല്ലായിരുന്നു. 3 പേരോട് സ്കെച്ച് ചെയ്തേക്കായിരുന്നു. തട്ടിക്കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്യാനായിരുന്നു പരിപാടി. എന്താ സാറേ നോക്കി നിൽക്കുന്നത്? പീഡന കേസ് ചാർജ് ചെയ്തെടുത്ത് അകത്തിട്, എന്നാലേ അവനൊക്കെ പഠിക്കുള്ളൂ. ജീവിതകാലം മുഴുവനൊക്കെ ജയിലിൽ കിടക്കണം.
അയ്യോ സാറേ ഞങ്ങളെ വെറുതെ വിടണേ. അറിയാതെ പറ്റിപ്പോയതാ. ഒന്ന് നിർത്തിയടാ സാർ. എനിക്ക് ആ പെങ്കൊച്ചിനെ അറിയാം, എന്റെ കോളേജിലെയാ. ആ കാര്യം ആ പെങ്കൊച്ച് പറയട്ടാ. ഉറങ്ങല്ലേ സാറ്? എഴുന്നേറ്റ് കഴിഞ്ഞ് പറഞ്ഞില്ലെങ്കിൽ വെച്ചിട്ടുണ്ടോ നിനക്കൊക്കെ? ഉറങ്ങുന്ന കണ്ടില്ലേ? വാ നീത്തി വാ വാ. അവൾ എഴുന്നേറ്റ് കുഴപ്പമുണ്ടാവില്ല, രക്ഷപ്പെടും നമ്മള്. ദേ കുട്ടി, നിനക്ക് ഉമാരെ അറിയോ? പറഞ്ഞോ? പ്രീതി പറയൂ എങ്ങളെ, ഞാനാ സത്യ, ആ. നിന്റെ കോളേജിലെ പ്യൂൺ. ശരിക്കൊന്ന് ഓർത്ത് നോക്കിക്കേ. അതിന് വല്ലപ്പോഴും കോളേജിൽ വന്നാലേ എന്നെ ഓർക്കുള്ളൂ. ശരിക്കൊന്ന് ഓർത്ത് നോക്കുന്നേ. ഏയ്, ഒന്ന് നിർത്തി. ഓർമ്മ കിട്ടിയോ? ഇന്നലെ രാത്രി തന്നെ രക്ഷിച്ചത് ഞങ്ങളായിരുന്നു. ഞങ്ങൾ അറിയാന്നൊന്ന് പറയേ. പറഞ്ഞില്ലെങ്കി എന്റെ പെങ്ങളെ കാലവീട് ഞാൻ ചോദിക്കുക, എങ്ങനെയാലും ഒന്ന് ഞങ്ങളെ ഡാ, രക്ഷിക്കുക. നിർത്തണ നിന്റെ അഭിനയം. കോൺസ്റ്റബിൾ ഉമാരുടെ പേര് കേസ് ചാർജ് ചെയ്യേ. സാറേ ഒന്നും വേണ്ട, വേണ്ട സാർ, സാറേ please. ക്ഷമിക്കണേ സാറേ, സാറേ പ്ലീസ് സാറേ. മോളെ, please മോളെ. സർ എന്റെ കോളേജിലുള്ളത് തന്നെയാ. തൽക്കാലം നീയൊക്കെ രക്ഷപ്പെട്ടു. കേട്ടോ, കേട്ടോ. പോയിക്കോടാ. ഓക്കേ സാറേ. ഓടിക്കോടാ. എടാ പെട്ടെന്ന് ഇറങ്ങി വാ, പോകാം. സാർ ഈ കാശ് ഞങ്ങളുടെ കൈ കിട്ടിയ പിന്നെ ഞങ്ങളുടെ കാശടാ. സാറ് തന്നെ വെച്ചോ. ഇതിലും ഭേദം പിച്ചക്കാരൻ്റെ കയ്യിലിരിക്കുന്നായിരുന്നു. സാറേ ഇത്രയും പ്രശ്നം ഉണ്ടായി, ആ പെണ്ണിന്റെ അടുത്ത് ഒരു വാക്ക് ചോദിച്ചോ? എന്തിനാ തനിച്ച് വെള്ളം ഒടിച്ച് കറങ്ങി നടന്നവന്നോ അങ്ങനെ എന്തെങ്കിലും? ഞങ്ങളോട് മാത്രമേ ചോദിക്കുള്ളൂ. ആമ്പിള്ളേരെ നിങ്ങൾക്ക് അത്ര ഇഷ്ടമല്ലേ? നിങ്ങൾ ഒരാണല്ലേ സാറേ? ആണുങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്ക്. നമ്മളുടെ അവസ്ഥ കൂടെ ആലോചിച്ച് നോക്ക് സാറേ. ഡോ, ഇവനെ പിടിച്ചാത്തിടോ. വേണ്ട സാറേ, ആ, പോയിട്ട് നിക്കടാ തിരക്കുണ്ട്. അവിടെ. വെറുതെ പറഞ്ഞതാ. ചേട്ടാ വട്ടേപ്പം ഒന്ന് എടുത്തിട്ട് പോടി. എന്താ ചേട്ടാ ചേട്ടന് വേണ്ടി സ്പെഷ്യൽ ആക്കി ഉണ്ടാക്കിയിട്ട് അതൊക്കെ പോട്ടെ, നൈറ്റിൽ എവിടെ പോയിരുന്നതാ? ഓടി. ചേട്ടാ നിങ്ങളോടാ ചോദിക്കുന്നേ, നൈറ്റിൽ എവിടെ പോയിരുന്നതാ? പോലീസ് സ്റ്റേഷനിലേക്ക്. പോലീസ് സ്റ്റേഷനിലോ? എന്തിനാ പോയത്? അത് ആ സത്യത്തിന് കമ്പനി കൊടുക്കാൻ വേണ്ടി പോയതാ. സത്യോ? അവന്റെ കാര്യത്തിൽ നിനക്ക് എന്താ കാര്യം? അവന്റെ കൂടെ കൂടി നിനക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. ഉം. നിന്റെ ഇത് ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ ഉള്ള? എന്ത്? അല്ല ഒന്നുമില്ല, അവന്റെ കാര്യം എന്തിനാ പറയുന്നതെന്ന് ഞാൻ ചോദിച്ചതാ. ചേട്ടാ ആ. ചേട്ടാ ചേട്ടാ ചെയ്ത് മതി. കാര്യം എന്താന്ന് വെച്ചാ പറയും. ഇപ്പൊ വീട്ടിൽ ആരും ഇല്ലല്ലോ. അതിന് അതാ അതിനിപ്പോ എന്താ? ചേട്ടാ എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. തിരിഞ്ഞ് എനിക്ക് വേണ്ടി പൂ വാങ്ങിച്ചതാണോ? തീരെ ചേട്ടാ. ഇതെന്താ ചേട്ടാ ഒരു പാട്? ഇതെന്തെങ്ങനെ ചോന്നിരിക്കുന്നേ? വാ മരുന്ന് അതൊന്നും വെച്ചേരാ. വേണ്ട. ആർക്കാണ് എക്സാം ഉള്ളത് അവരാണ് പഠിക്കേണ്ടത്. ആർക്കാണോ മുറി ഉള്ളത് അവരാണ് മരുന്ന് കഴിക്കേണ്ടത്. നീ പോയേ ചെല്ലിയല്ലേ. ഈ കിളവി ഇത് എവിടെ പോയി കിടക്കാണോ എന്തോ. നാട്ടിൽ പോയേക്കുവാ ഓ. ചേട്ടാ.